തക്കുടു തിക്കുടു തുക്കുടു എന്തൊക്കെ പേരിട്ടാണോ ഞാൻ ഇവനെ വിളിക്കുന്നതെന്ന് എനിക്കൊരു പറഞ്ഞൂടാ. അനിയത്തിയുടെ മോനാണ്. അവൻ്റെ യഥാർത്ഥ പേര് ധ്രുവേ എന്നാണ്. പക്ഷേ ഞാൻ വിളിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അവനൊന്ന് നല്ലപോലെ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എനിക്കിട്ട് തലമണ്ടയ്ക്ക് ഇട്ട് തരും. അങ്ങനെ മോൻ്റെ അടുത്ത് വെച്ച് മോനെ നിനക്ക് പായസം വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നല്ല ചിരിച്ച് നല്ല സന്തോഷത്തോടെ നിന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവന് പായസം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അടുപ്പിനകത്തോട്ട് വെള്ളം വെച്ചിട്ട് നമ്മൾ അടയെല്ലാം കൂടെ എടുത്ത് തട്ടിയിട്ട് പിന്നെ ചൗരി നേരത്തെ ഞാൻ വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പാത്രം ഞാൻ മാറ്റി അതിൻ്റെ കൂടെ ചെവിട് ഉറക്കുന്നില്ല. അങ്ങനെ വേറൊരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് ചൗരി ഇട്ട് വേവിക്കാൻ വെച്ച് ഇപ്പുറത്തെ അടുപ്പിനകത്തോട്ട് നമ്മൾ അടയുണ്ടല്ലോ അതും കൂടെ വേവിക്കാനായിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകിയില്ലെങ്കിൽ അത് ഒട്ടും എന്നൊരു വീഡിയോയ്ക്കകത്ത് കണ്ട് അങ്ങനെ ചെയ്ത് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട് പായസം എന്തോ. ഞാൻ പറഞ്ഞു വെന്തില്ല, കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞ് എല്ലായിടത്തിനെയും ഓട്ടിച്ച്. പിന്നെ അത് കഴിഞ്ഞ് തേങ്ങ നല്ലതുപോലെ തിരുവിയിട്ട് അതിൻ്റെ ഒന്നാം പാല് രണ്ടാം പാലും ഒന്നുമില്ല, നമുക്ക് അകപ്പാട് ഒറ്റ പാല് എടുത്താൽ മതി. അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ രണ്ടാം പാല് അങ്ങനെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. അങ്ങനെ നമ്മൾ ഈ നെയ്യ് എടുത്തിട്ട് ആ തേങ്ങ കൊത്തിട്ട് എല്ലാം കൂടെ വയറ്റിയിട്ടില്ലേ, അതിനകത്തോട്ട് നമ്മൾ അടയിട്ട് വയറ്റിയിട്ട് പിന്നെ ചൗരിയും വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് പിന്നെ താണ്ട നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തപ്പോൾ എനിക്ക് സന്തോഷമായി. അടയുടെ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്, ഒരു കറുത്ത കളറൊക്കെ അട പായസത്തിൻ്റെ. അങ്ങനെ എനിക്ക് ഇത്തിരി സന്തോഷമൊക്കെ വന്ന് പിന്നെ താണ്ട ഇരുന്നും നിന്നുമൊക്കെ ഞാൻ ഇളക്കിയത് ഇത്ര ആക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതിനകത്ത് പാൽ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത്തിരി വെള്ളം കൂടിയിട്ടുണ്ടെന്നും. പിന്നെ അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് ഞാൻ പിന്നെ അതിൻ്റെ കുറവ് വേണ്ടാന്ന് വെച്ചിട്ട് അതും കൂടെ നേരത്തെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് വെള്ളം കൂടി. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ വെച്ച് അങ്ങ് മുക്കി ചെന്ന് നിൽക്കും അങ്ങനെയുള്ള രീതിയിൽ വെള്ളമായി. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഞാൻ എന്തൊക്കെയാലും ഇളക്കി അതിനെ എന്തൊക്കെയാലും ഒരു 3/4 മണിക്കൂർ എടുത്തില്ല, അത്ര ഞാൻ കൂട്ടി പറയുന്നില്ല, 1/2 മണിക്കൂർ എടുത്ത് എന്തൊക്കെയാലും അതൊന്ന് കുറുകി വരാനായിട്ട്. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവനെ ഞാൻ ഷോഫിനെ വിളിക്കുന്നതാണൊക്കെ മണിച്ചിത്രത്തായുള്ള പായസം വെച്ചിട്ട് അവനെ വിളിച്ച് അവൻ എൻ്റെ കൂടെ നടന്നിഞ്ഞ് വന്ന് പിന്നെ എല്ലാവർക്കും പായസമൊക്കെ കൊടുത്തു. എല്ലാവരും അപ്പം ഹാപ്പിയായി. ഓക്കെ, ബൈ ബൈ.